ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ ആധുനികമായ പല പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നത് പൊതുവായ ചില മുന്നേറ്റങ്ങളുടെ പൊതു സമൂഹത്തിലുണ്ടായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ ആദ്യത്തെ നാടകവേദി അല്ലെങ്കിൽ നാടകശാല ഉണ്ടാകുന്നത് തന്നെ ഒരു പാഴ്സി സമുദായത്തിൽപ്പെട്ട ഒരു വലിയ സമൂഹം ബോംബെയിൽ, ഇന്നത്തെ മുംബൈയിൽ, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ ഒരു നിവേദനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇത് പലപ്പോഴും ആധുനിക മേഖലയുമായി ബന്ധപ്പെട്ട് ആണ് പ്രധാനമായിട്ടും നമ്മളത് ഇന്ത്യയുടെ ഒരു മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത് വളരെ വിഭിന്നമായ ഒരു ഉദാഹരണത്തെയാണ് കാണിക്കുന്നത്. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ കലാമണ്ഡലം നമ്മുടെ ഒരു പാരമ്പര്യ കലകളുടെ അല്ലെങ്കിൽ പാരമ്പര്യ കലയായ കഥകളിയുടെ ഉന്നമനത്തിനും അതിൻ്റെ പോഷണത്തിനും വേണ്ടി ഒരു കേരളത്തിൻ്റെ ആധുനികതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കലാമണ്ഡലം ഉണ്ടാകുന്നത്. അതിന് സമാനമായിട്ടുള്ള പല ഇനിഷ്യേറ്റീവുകളും അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളും നമുക്ക് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ആധുനികതയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത് വന്നിട്ടുള്ളത്. കാരണം ഇത് ആധുനികതയുടെ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും നമ്മൾ പാരമ്പര്യത്തെ മനസ്സിലാക്കുന്നു എന്നൊരു പ്രതിഭാസമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഞാൻ വിജയമാഷമായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് എനിക്ക് കൂടുതൽ ഈ കേരള സംസ്കൃത അക്കാദമിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു ആധുനിക കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള ഭാഷയെ ഒരു ആധുനിക സമൂഹത്തിൽ എങ്ങനെ പ്രതിഷ്ഠിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ആധുനിക സാഹചര്യത്തിൽ സന്ദർഭത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു വേദി ഉണ്ടാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ച കേരള സംസ്കൃത അക്കാദമിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ആധുനികത പാരമ്പര്യം വിശേഷിച്ചും ഒരു ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ ഇടചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് കേരള സംസ്കൃത അക്കാദമി. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സമകാല കാലഘട്ടത്തിൽ സമകാല പ്രസക്തിയോടുകൂടി തന്നെയാണ് സംസ്കൃതം നിലകൊള്ളുന്നത് എന്ന് വിളിച്ചു